നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നഗരഹൃദയത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സെന്റ് പാട്രിക്സ് പള്ളിക്ക് പിന്നിലെ മതബോധന ഓഫീസിൽ വൻ തീപിടുത്തം. ശനിയാഴ്ച പുലർച്ചെ ഏകദേശം 4:45 തീപിടുത്തം ഉണ്ടായത്. കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന പള്ളി വികാരിയുടെ കാറിനും ഭാഗികമായി തീപിടിച്ചു. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് വ്യക്തമാണ്. പള്ളിയുടെ കെട്ടിടത്തിനും കാറിനും ആരോ തീയിട്ടുവെന്നാണ് പ്രാഥമിക നിഗമനം. ആന്റണി നോക്കി ഇവിടെ ഒരു ഫാദറുണ്ട് വികാരിയായിട്ട്, ഫാദർ ആന്റണി പാലേത്ര. അദ്ദേഹം രാവിലെ ഒരു 4:50-5 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ ഇവിടെ തീ കണ്ടിട്ട് മറ്റുള്ളവർ വിളിച്ച് പറയുകയാണ് ചെയ്തത്. പിന്നീട് ഫയർഫോഴ്സ് വന്ന്, പോലീസുകാർ വന്ന് തീ അണച്ചു. പിന്നീട് CCTV നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദുരൂഹത പോലെ കാണുന്നുണ്ട്. ഒരാൾ അതിലൂടെ ആ ടൈമിൽ തന്നെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ CCTV ഫുട്ടേജ് പോലീസ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം അവർ ഇപ്പോൾ പോലീസ് ഡോഗ് സ്ക്വാഡിനെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരിശോധനകൾക്കെല്ലാം ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കൊന്നും കത്ത് ചാച്ചത് പള്ളിയുടെ ഓഫീസെന്ന് പറയാം, പഴയ ഓഫീസ്, പള്ളി മേടാന്നാണ് നമ്മൾ വിളിക്കാറ്. അവിടെ കാറ്റഗിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോർ റൂം പോലെ നമ്മുടെ രൂപങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ, അതായത് വികാരി അച്ഛൻ്റെ കാറ് അതിന് തൊട്ട് മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാറും അതിനുശേഷം ഈ ഓഫീസിൻ്റെ 2 മുറികളുമാണ് കത്തിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത് ഒരു രാത്രി 4 മണിക്ക് നടന്ന സംഭവമാണ്. നമുക്ക് കുറച്ച് CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കാൻ കുറച്ച് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റും ആരാണ് പ്രതി, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, മതബോധന ക്ലാസ് നടക്കുന്ന കെട്ടിടവും കാറുമായിരുന്നു ലക്ഷ്യം. അവിടവുമായി പരിചിതമുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇതിന് പിന്നിലെന്ന സംശയമാണോ? CCTV കേന്ദ്രീകരിച്ച്, ആ ദൃശ്യങ്ങൾ കണ്ട വ്യക്തിയെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും വേണുക, അങ്ങേയറ്റം ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 4:00 തീ പ്രത്യക്ഷമായത്. ഈ പള്ളി കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയുള്ള ആളുകൾ ആണ് ഈ തീ പ്രത്യക്ഷമാവുന്നത് കാണുകയും പിന്നീട് പള്ളി അധികാരികളെയും അഗ്നിശമന വിഭാഗത്തെയും അറിയിക്കുകയും ചെയ്ത് അങ്ങനെ 4 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ കെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പള്ളിയോട് വളരെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണ്. നേരത്തെ പള്ളിയുടെ ഒരു ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ആ കെട്ടിടം ഇപ്പോൾ മതബോധന ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. കുറച്ച് ഈ മതബോധന ക്ലാസുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, ഒപ്പം രൂപങ്ങൾ, മറ്റു ചില ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മതപരമായ മറ്റു ചില കാര്യങ്ങളുമൊക്കെ ഈ മുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ പള്ളി ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കുന്നത്. ഒപ്പം പള്ളി വികാരിയുടെ ഒരു കാറ് കെട്ടിടത്തിന് സമീപം നിർത്തിയിട്ടിരുന്നു. ആ കാറിനും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. എന്തായാലും പോലീസ് വളരെ വിശദമായ പരിശോധനകൾ തന്നെയാണ് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ നടത്തിയത്. അങ്ങനെയാണ് തൊട്ട് അടുത്തുള്ള വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒരാൾ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി പോകുന്നതും പിന്നീട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതും കണ്ടെത്തിയിരിക്കുന്നത്. ഈ പഴയ കെട്ടിടമാണ് ഈ കെട്ടിടം. അതിന്റെ ഓട് നീക്കിയാണ് ഒരാൾ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം കുറച്ചു കഴിഞ്ഞാണ് ഈ മുകൾ ഭാഗത്തോട് തന്നെ നടന്ന് പുറത്തേക്ക് വരുന്നത് കാണുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പുക ഉയരുന്ന പോലെ കാണുന്നുമുണ്ട്. എന്തായാലും യാദൃശ്ചികമായി ഉണ്ടായ ഒരു അപകടമല്ല ഇത് എന്ന കാര്യത്തിൽ പോലീസിന് ഏതാണ്ട് ഒരു കൃത്യമായ നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ കൃത്യത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ തീയിടാൻ പോയ ആൾ ആരാണ്, അല്ലെങ്കിൽ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് എങ്ങനെ ഒരാളുടെ സാന്നിധ്യം ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഉണ്ടായി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. സാധാരണഗതിയിൽ മോഷണ ശ്രമത്തിനോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ വന്ന ആളാണെങ്കിൽ പോലും ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അറിയിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഒപ്പം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിലും ഉടൻ തന്നെ ഈ പള്ളിയുടെ ഭാരവാഹികളെ വിവരം അറിയിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുകയോ ഫയർഫോഴ്സിനെ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി ആവാം ഈ കെട്ടിടത്തിൽ വന്നത് എന്ന നിഗമനമാണുള്ളത്. ഈ കെട്ടിടം അത്ര സജീവമായി ഉപയോഗിക്കുന്നില്ല. ഈ മതബോധന ക്ലാസുകൾ പോലുള്ള
ഒരു കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പള്ളി മേട എന്ന രീതിയിൽ തന്നെ പറയാൻ കഴിയുന്ന ഒരു കെട്ടിടവുമായിരുന്നു. ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ് എന്നാണ് നമുക്ക് പള്ളി അധികൃതരുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാക്കുന്നത്. പോലീസും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നതിനെ കുറിച്ചുള്ള പരിശോധന നടത്തുന്നു. ഫോറൻസിക് വിഭാഗം അടക്കം സ്ഥലത്തെത്തി തെളിവുകളുടെ ഒരു ശേഖരണം നടത്തി. ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഇതിനകം പരിശോധിച്ചു. ഒപ്പം സമീപത്ത് തന്നെയുള്ള മറ്റ് കെട്ടിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന പരിശോധനയും നടന്നു വരികയാണ്. എന്തായാലും നഗരഹൃദയത്തിൽ തന്നെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യാദൃശ്യമായ ഒരു അപകടമല്ല, മറിച്ച് കൃത്യമായ ഒരാൾ കരുതി കൂട്ടി ചെയ്ത കൃത്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള നിഗമനം. തീർച്ചയായും എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും വളരെ ആസൂത്രണത്തോടെ കൂടി നടത്തിയ സംഭവമാണ് എന്നത് വ്യക്തമാകുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി ആ രീതിയിലാണ്. എന്തായാലും CCTV കേന്ദ്രീകരിച്ച് അതിൽ കാണുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.